വെടിവയ്പ്പിനെ തുടർന്ന് നിലമ്പൂർ വനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ മാവോയിസ്റ്റുകളുടെ ഒളിത്താവളം കണ്ടെത്തി. ഇവിടെ നിന്നും സ്ഫോടക വസ്തുക്കളും സോളാർ പാനൽ അടക്കമുള്ള സംവിധാനങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ ചിത്രം പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. സേനാവേഷത്തിലാണ് മൃതദേഹങ്ങൾ അല്പസമയത്തിനകം വനത്തിന് പുറത്തെത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി KT സ്വാലിക് തത്സമയം ചേരുകയാണ്. സ്വാലിക്, ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ എന്തൊക്കെ? മൃതദേഹങ്ങൾ വനത്തിന് വെളിയിൽ എത്തിച്ചോ? ജോർജറ്റ്, മൃതദേഹങ്ങൾ അല്പസമയത്തിന് തന്നെ വനത്തിന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് 3 മണിയോടെ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഉള്ള യാത്ര തുടങ്ങിയിരുന്നു. 3 മണിക്കൂർ കാൽനടയായി വേണം വാഹനം ഉള്ള സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ. അതിന്റെ ഒരു കാലമാണ് ഉണ്ടാവുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഇവരുടെ ഒരു ബേസ് ക്യാമ്പ് ആണ് പ്രവർത്തിച്ചിരുന്നത്. 30ഓളം പേർക്ക് ഇരിക്കാവുന്ന 2 ടെന്റുകളിലായി ഒരു ക്യാമ്പ് പ്രവർത്തിക്കുകയായി. ഇവിടെ നിന്ന് 5 ലക്ഷം രൂപയുടെ കറൻസിയും അതുപോലെ 150 സിം കാർഡുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു പ്രിന്ററും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ജോർജറ്റ്, ഇപ്പോൾ മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് പൂളക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തുകയാണ്. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാം. മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. അതിന് അകമ്പടിയായി പോയ പോലീസ് വാഹനങ്ങൾ ഇപ്പോൾ ഓരോന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഈ വരുന്ന പാതയിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊരു കണ്ടതിനെ തുടർന്ന് കുറച്ചു നേരം യാത്ര തടസ്സപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും മൃതദേഹം കാത്ത് നിൽക്കുകയാണ്. സ്വാലിക്, എത്രത്തോളം സുരക്ഷയിലാണ് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ? ജോർജറ്റ്, ഇന്ന് രാവിലെ മുതൽ തണ്ടർബോൾട്ടിന്റെ വലിയ ഒരു സംഘം തന്നെ അവിടെ ഉണ്ട്. ഇന്നലെ രാത്രിയും 60 അംഗ തണ്ടർബോൾട്ട് സംഘം വനത്തിനകത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഇന്ന് മലപ്പുറം SP ദേവേഷ് കുമാർ ബെഹ്റയുടെയും അതുപോലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി. ഉച്ചയോടെയാണ് അജിതയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുന്നത്. ഇനി അതിനുശേഷം കുപ്പുസ്വാമിയുടെ മൃതദേഹവും ഇൻക്വസ്റ്റുകൾ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോയമ്പത്തൂരിൽ നിന്നും ഈ കുപ്പുസ്വാമിയുടെ ബന്ധുക്കൾ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവർ മൃതദേഹം ആവശ്യപ്പെടുമെന്നാണ് കരുതുന്നത്. കുപ്പുസ്വാമിയുടെ മൃതദേഹം കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലും അജിതയുടെ മൃതദേഹം മലർന്നു കിടക്കുന്ന രീതിയിലും തൊട്ടടുത്തുള്ള കുറ്റിക്കാടിലായിരുന്നു. 4 ഭാഗങ്ങളിലേക്കായി പിരിഞ്ഞോടുകയായിരുന്നു വെടിവെപ്പ് നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ പല ഭാഗത്തായാണ് കടന്നിരുന്നത്. ഈ ആക്രമണത്തിൽ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ആർക്കാണ് പരിക്കേറ്റത് എന്നത് ഒരു കൃത്യത ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പരിക്കേറ്റ പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നാണ് IG നൽകിയ വിശദീകരണം. ജോർജറ്റ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ടോ? മൃതദേഹം അല്പസമയത്തിനകം എത്തുമെന്നാണോ ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെ വ്യക്തമാവുന്നു? മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റിംഗ് നടപടികൾക്കെല്ലാം പോയിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സ്ട്രക്ചറിലായാണ് മൃതദേഹങ്ങൾ ഇതിന് താഴേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഒരു പുഴ കടന്നു വേണം വാഹന സൗകര്യമുള്ള സ്ഥലത്തെത്താൻ. അതുകൊണ്ടുള്ള ചില കാലതാമസങ്ങളാണ്. വൈകുന്നേരത്തിന് മുൻപായി ഇത് പൂർത്തിയാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരം കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള മേഖലയായതിനാൽ മൃതദേഹം കൊണ്ടുവരുന്നതിന് മറ്റും ആ തരത്തിലുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നേരത്തെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മറ്റു നടപടികൾ പൂർത്തിയാവുന്നതിന്റെ ഭാഗമായാണ് ഇത്രയും ഒരു കാലതാമസം ഉണ്ടായത്. മൃതദേഹങ്ങൾ നേരെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്.
ഇവരിൽ നിന്ന് കണ്ടെടുത്ത ഈ ടെന്റ് നിന്നിരുന്ന സ്ഥലത്ത് 50 കിലോ ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ IED എന്ന സ്ഫോടക വസ്തുവും പോലീസ് കണ്ടെടുത്ത വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം ഒരു പ്രിന്ററും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് 150ഓളം സിം കാർഡുകളും 5 ലക്ഷം രൂപയുടെ കറൻസി പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഇവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. 30 പേർക്ക് ഇരിക്കാവുന്ന 2 ടെന്റുകളിലായിരുന്നു ഇവർ ഈ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത്. 6 മാസം മുമ്പ് ഈ ക്യാമ്പിനോട് ചേർന്ന് തന്നെയായിരുന്നു വർഗീസ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. വിവിധ ഭാഗങ്ങളിൽ, ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, മാവോയിസ്റ്റ് പ്രവർത്തകർ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം അതിന്റെ ഭാഗമായാണ് കുപ്പുസ്വാമി ഇവിടെ എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയിട്ടില്ല. നിലമ്പൂരിലെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയായിരുന്നു. ഏകോപിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ആയുധ പരിശീലനം നൽകിയിരുന്നത് ഉൾപ്പെടെയായിരുന്നു അജിത നൽകിയിരുന്നത്. പ്രദേശവാസികളുമായി ബന്ധപ്പെടുന്നത് സോമൻ എന്ന വയനാട് സ്വദേശിയായ മാവോയിസ്റ്റാണ്. കൂടെ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ CP ജലീലും ഉണ്ടായിരുന്നു. ഇവരിൽ 2 പേർ, ഒരാൾ ഈ CP ജലീലിനോ സോമനോ ആണ് പരിക്ക് പറ്റിയത് എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഈ ആർക്കാണ് എന്ന കാര്യത്തിൽ പോലീസിന് തന്നെ ആക്രമണം നടത്തിയ ആളുകൾക്കും വ്യക്തതയില്ല. ഇവർ ഉച്ചഭക്ഷണത്തിന് ശേഷം ടെന്റിലിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. 2 മണിക്കൂർ നേരം നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു. മലപ്പുറം SP ദേവേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ഓപ്പറേഷൻ നടക്കുന്നത്. 60 അംഗ തണ്ടർബോൾട്ട് സംഘം 3 ടീമുകളായി പോയാണ് ഈ മാവോയിസ്റ്റ് സംഘത്തെ വളഞ്ഞത്. ഇവർക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞു. പക്ഷേ ഗ്രനേഡ് കൃത്യസമയത്ത് പൊട്ടിയില്ല എന്നാണ് ഈ ഓപ്പറേഷൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. ഈ സമയത്ത് ചിതറിയോടുകയായിരുന്നു സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇന്നലെ സംഭവം നടന്നതിന് ശേഷം 1 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഈ പ്രദേശവാസികളെല്ലാം മൃതദേഹം കാണാനായി കാത്തിരിക്കുകയാണ്. വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ സുരക്ഷാ സംവിധാനമെല്ലാം വളരെ പരിമിതമായ അല്ലെങ്കിൽ പരിമിതികൾ ഉണ്ട്. ഇത് പരിഹരിക്കുന്നതിന് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെല്ലാം അനുസൃതമായ ആയുധങ്ങളും മറ്റും നൽകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നുണ്ട്. മൃതദേഹം ഇവിടെ എത്തുന്നത് കാത്ത് ഇന്നലെ മുതൽ തന്നെ ആളുകളും രാത്രിയും പകലും ആളുകൾ ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്ക് അടുത്ത പൂളക്കടവ് സ്റ്റേഷനും അതുപോലെ പടുക്ക സ്റ്റേഷനും സമീപത്തായി ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജോർജറ്റ്, സ്വാലിഹ്, വനത്തിനുള്ളിൽ രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഓടിപ്പോയ മറ്റ് മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണോ? ഈ വനത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? അതിർത്തി പ്രദേശമാണോ? ഈ മാവോയിസ്റ്റുകൾക്ക് രക്ഷപ്പെടാനുള്ള, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? നിലമ്പൂർ ഇവരുടെ ഒരു പ്രധാന മേഖലയായി മാറുന്നത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ്. വനത്തിലൂടെ, പശ്ചിമഘട്ടത്തിലൂടെ തമിഴ്നാട്ടിലേക്കും അതുപോലെ ഒരേ സമയം കർണാടകത്തിലേക്കും, ബന്ദിപ്പൂർ വഴി കർണാടകത്തിലേക്കും കടക്കാനുള്ള മേഖലയാണിത്. ഈ ഒരു സൗകര്യം ഈ മാവോയിസ്റ്റ് സംഘത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു തന്ത്രപ്രധാന മേഖലയായി തന്നെ ഇവർ നിലമ്പൂരിനെ തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നെല്ലാം പിന്നോട്ട് പോയവർ ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് യാത്രാ സൗകര്യവും അതോടൊപ്പം തന്നെ ആദിവാസി കോളനികളിലേക്കെല്ലാം കൂടുതൽ അടുപ്പവും സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതകളുമാണ്. പ്രത്യേകിച്ച് വനങ്ങളോട് ചേർന്നും വനങ്ങൾക്കകത്തും 30 കിലോമീറ്റർ വരെ വനത്തിനകത്ത് ഇത്തരത്തിൽ ഈ ആദിവാസി കോളനികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരോടെല്ലാം ഇവർക്ക് അടുത്ത സാമീപ്യമുണ്ടാക്കുക വളരെ എളുപ്പമായിരുന്നു. ഈ സാധ്യതകളെല്ലാം മുൻകണ്ടാണ് ഈ സംഘം നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോർജറ്റ്, സ്വാലിഹ്, പ്രദേശവാസികളുടെ ആശങ്കകൾ എങ്ങനെയാണ്?
ജോർജറ്റ്, ഇപ്പോൾ തീർച്ചയായും അവരുടെ പ്രദേശത്ത് സ്വന്തം വീടിന് സമീപത്ത് തന്നെ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നു. നേരത്തെ വാർത്തകളിലും മറ്റും കണ്ടിരുന്നത് പോലെ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം അല്ലെങ്കിൽ 2 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് സ്വാഭാവികമായും വലിയൊരു ഭീഷണി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ മാവോയിസ്റ്റുകളെ ഇവർ തിരിച്ചറിയുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാൻ വരുമ്പോഴുള്ള സംസാരങ്ങളും ലഘുലേഖ വിതരണങ്ങൾ അല്ലെങ്കിൽ കുട്ടികളോടും മറ്റുമുള്ള ഇവരുടെ ലഘു സംഭാഷണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നേരത്തെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. 2 പേർ മരിച്ച ഒരു സാഹചര്യം. ഏത് തരത്തിലായിരിക്കും മാവോയിസ്റ്റ് സംഘം തിരിച്ചടിക്കുക എന്ന ഒരു ആശങ്ക സാധാരണ ജനങ്ങൾക്കും ഈ പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം നമ്മോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയൊരു ആശങ്ക ഈ ദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരെടുത്തു ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് ആണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ആംബുലൻസുകൾ അങ്ങോട്ട് മലമുകളിലേക്ക് പോയത്. ഇൻക്വസ്റ്റ് നടപടിയെല്ലാം പൂർത്തിയാക്കി CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു രാജിന്റെയും അജിതയുടെയും മൃതദേഹങ്ങൾ പൂളക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഇത് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്. 20 വർഷമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നയാളാണ് കുപ്പു ദേവരാജ. പല പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അജിതയും കാവേയും തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഇവർ ഏറെക്കാലമായി ആന്ധ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഭാഗങ്ങളിലുള്ള ഇവരുടെ കണ്ണികളെ പരസ്പരം ഏകോപിപ്പിച്ച് കൊണ്ടുപോയിരുന്നത് കുപ്പുസ്വാമി ആയിരുന്നു. പ്രത്യേകിച്ച് രൂപേഷൻ അറസ്റ്റോടെയാണ് ഇദ്ദേഹം കേരളത്തിൽ സജീവമാകുന്നത്. കേരളത്തിലെ കാര്യങ്ങൾ കൂടി സജീവമാകുന്നു. മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനമോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് കാണാനുള്ള സൗകര്യമോ ഒരുക്കുന്നില്ല. നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു വനമേഖലയിൽ വെടിവെപ്പ് നടന്നിട്ട്. ആ മൃതദേഹങ്ങൾ ഇപ്പോൾ മാത്രമാണ് വനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികളും മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചു നഗരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി കുപ്പുരാജിട്ടുണ്ട്. ഇവർ ആന്ധ്രയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കുടിയേറിയവരാണ്. ആന്ധ്രയിൽ വലിയ തിരിച്ചടി നേരിട്ട ഒരു ഘട്ടത്തിൽ ആന്ധ്രയിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോയവരാണ്. നാട് കേന്ദ്രീകരിച്ചും ദീർഘകാലം പ്രവർത്തിച്ച ആളാണ് കുപ്പുസ്വാമി എല്ലാം അറിയപ്പെടുന്ന. സ്വാലിക്, നേരെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണോ? പ്രദേശത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എന്തെങ്കിലും നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടോ? മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ മാവോയിസ്റ്റ് വേട്ട കേരളത്തിൽ വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തി എന്ന് ആരോപിച്ച് ആളുകളെ വെടിവെച്ചു കൊന്നു എന്ന് പത്രവാർത്ത വന്നു. മനുഷ്യനെ അഭിപ്രായം പറയുന്ന മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ ആർക്കാണ് അവകാശമുള്ളത്? ആദിവാസികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ, അവരുയർത്തുന്ന ആവശ്യത്തിന്റെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ആ ഉയർത്തിയ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കുന്ന കാര്യം. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു വ്യക്തമാക്കി. ബോഡി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റ് 2 പേരുടെയും ബോഡി ഒരു അനാഥ ശവം എന്നുള്ള നിലയിൽ മറവ് ചെയ്യാൻ പാടില്ല.
അവരെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മാസത്തിൽ ഏറ്റുമുട്ടലാകാൻ ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോലീസുകാരുടെ ഒരു രോമത്തിന് പോലും പറ്റിയില്ല. പിന്നെ അതുമല്ല, റിപ്പോർട്ടിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുക. ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് കോടതിയിൽ പോവുകയും ചെയ്യും. മലയാള സിനിമയിലെ താരജോഡികളായ ദിലീപും കാവ്യ മാധവനും വിവാഹിതരായി. എറണാകുളത്തെ ഹോട്ടൽ വേദാന്തയിൽ രാവിലെ 9:50 മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളായി പ്രചരിക്കുന്ന ഗോസിപ്പുകൾക്ക് സിനിമാറ്റിക് പരിസമാപ്തി. സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ്. ദിലീപ് കാവ്യമാധവൻ വിവാഹം കൊച്ചിയിലെ ഹോട്ടൽ വേദാന്തയിൽ 9-നും 10-നും ഇടയിൽ നടക്കുമെന്ന വാർത്ത പുറത്തറിയുന്നത് തന്നെ രാവിലെ 8:30-ഓടെ. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ എന്നിവർക്ക് മാത്രമേ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിനുള്ള ക്ഷണം ലഭിച്ചത് തന്നെ ഇന്നലെ രാത്രിയോടെയായിരുന്നു എന്നാണ് ഇരുവരുടെയും സുഹൃത്തുക്കൾ പറഞ്ഞത്. 9:30-ഓടെ മകൾ മീനാക്ഷിക്കൊപ്പം ദിലീപും മാതാപിതാക്കൾക്കൊപ്പം കാവ്യയും വിവാഹം നടക്കുന്ന ഹാളിലേക്ക്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖരുടെ ആശീർവാദം വാങ്ങി താരജോഡികൾ മണ്ഡപത്തിലേക്ക്. 9:50 മുഹൂർത്തത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടി ഒന്നുമില്ലാതെ ദിലീപ് കാവ്യയുടെ കഴുത്തിൽ താലി ചാർത്തി. കല്യാണഹാരം പരസ്പരം അണിയിച്ച് ലളിതമായ വിവാഹ ചടങ്ങുകൾ അവസാനിച്ചു. മുൻകൂട്ടിയെടുത്ത തീരുമാനമായിരുന്നില്ലെന്ന് വിവാഹശേഷം താരജോഡികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഇതെല്ലാം വിതിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ്. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ചടങ്ങിലുടനീളം ദിലീപ് മീനാക്ഷിയെ തൻ്റെ ഒപ്പം ചേർത്ത് നിർത്തിയിരുന്നു. മകൾ മീനാക്ഷിയുടെ സമ്മതത്തോടെയാണ് വിവാഹമെന്ന ദിലീപിന്റെ വാദം മീനാക്ഷിയും ശരിവെച്ചു. ഞാനാണ് അച്ഛനോട് പറഞ്ഞത്, സന്തോഷമാണ്. ക്ഷണിക്കപ്പെട്ടവർക്ക് ഹോട്ടലിൽ തന്നെ സദ്യ ഒരുക്കിയിരുന്നു. എന്നാൽ പ്രിയ താരങ്ങളുടെ വിവാഹ വാർത്തയറിഞ്ഞ് ഹോട്ടലിലേക്ക് എത്തിയ ആരാധകർക്ക് വിവാഹം കാണാൻ കഴിഞ്ഞില്ല. ഹോട്ടലിനുള്ളിലേക്ക് ഇവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഹോട്ടലിന് പുറത്ത് താരദമ്പതികളെ കാണാൻ അവർ കാത്തുനിന്നു. ഏറെ നാളത്തെ ഗോസിപ്പുകൾ അവസാനിപ്പിക്കാനായി എന്നതിലപ്പുറം സന്തുഷ്ടരാണ് ദിലീപും കാവ്യയും, ഒപ്പം മലയാള സിനിമാ ലോകവും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. മലയാള ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേരാനെത്തി. മമ്മൂട്ടി, ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ തുടങ്ങി താരങ്ങൾക്ക് പുറമെ കേരളി TV MD ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന താരവിവാഹ ചടങ്ങിൽ ചലച്ചിത്ര ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും പങ്കെടുത്തു. നടൻ മമ്മൂട്ടി, കൈരളി TV MD ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേർന്നു. ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ, നരേൻ, കവിയൂർ പൊന്നമ്മ, KPC ലളിത, ജോമോൾ, ചിപ്പി, മേനക, സലീം കുമാർ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ സംവിധായകരായ ജോഷി, സിദ്ദിഖ്, ലാൽ, കമൽ, നിർമ്മാതാക്കളായ സുരേഷ് കുമാർ, രഞ്ജിത്ത് എന്നിവരെല്ലാം താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. നോട്ട് പിൻവലിച്ച അപ്രതീക്ഷിത വാർത്ത കേട്ടതുപോലെ മറ്റൊരു അപ്രതീക്ഷിത വാർത്തയായിരുന്നു ദിലീപിൻ്റെയും കാവ്യയുടെയും വിവാഹമെന്ന് നടി ലക്ഷ്മിപ്രിയ പറഞ്ഞു. TV വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് കാണുമ്പോൾ ശരിക്കും നോട്ട് പിൻവലിച്ചപ്പോൾ ഉള്ളൊരു ഷോക്കില്ലേ, ആ ഷോക്കാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായാണ് വിവാഹത്തിന് ക്ഷണം ലഭിച്ചതെന്ന് കാവ്യയുടെ സുഹൃത്തു കൂടിയായ സുജാ കാർത്തിക പറഞ്ഞു. ഇന്ന് രാവിലെ പട്ടുസാരി എടുത്തിട്ട് വരാൻ പറഞ്ഞു വേദാന്തയിൽ. ഞങ്ങൾ വന്നു, കല്യാണം കണ്ടു. ചടങ്ങിനെത്തിയ ദിലീപിന്റെ സുഹൃത്തുക്കളായ സലീം കുമാറിനും ജോർജിനുമെല്ലാം ഇതേ അനുഭവമായിരുന്നു. ഞാൻ തന്നെ വെന്യൂ അറിയുന്നത് ഇന്നലെ രാത്രിയാണ്. അടുത്ത ആളുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. താരജോഡികൾ താരദമ്പതികളാവുന്ന നിമിഷത്തിന് സാക്ഷികളാവാനെത്തിയവരിൽ പലരും ഇരുവർക്കുമൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന പോലീസ് സേനയിൽ വനിതകളുടെ അംഗബലം 15% മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതകളുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തുന്ന പിങ്ക് പോലീസ് പെട്രോളിംഗിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് പോലീസിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിയമപാലകരുടെ ഭാഗത്തു നിന്ന് മാനസിക പീഡനം ഉണ്ടാകുമെന്ന ആശങ്കയാണ് പരാതി നൽകുന്നതിൽ നിന്നും പലരെയും പിന്തിരിപ്പിക്കുന്നത്. കേരളം ഇതിൽ നിന്ന് മുക്തമാകണമെന്നും ശക്തമായ രീതിയിൽ പോലീസ് ഇരയോടൊപ്പം നിൽക്കണമെന്നതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇരയോടൊപ്പം നിൽക്കുക എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാനത്ത് സ്വീകരിക്കുക. അതിൽ കർശനമായി ഇടപെടാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യും. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും സർക്കാർ തയ്യാറാവില്ല. പിങ്ക് പോലീസ് പട്രോൾ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി നിർവഹിച്ചു.
പിങ്ക് പോലീസ് പട്രോളിങ്ങിനെക്കുറിച്ച് അവബോധം നൽകുന്ന കാവലാൾ എന്ന പരസ്യചിത്രത്തിന്റെ അവതരണോദ്ഘാടനം മേയർ സൗമിനി ജെയിൻ നിർവഹിച്ചു. ഒരേ നിറത്തിലും രൂപകൽപ്പനയിലും 4 കാറുകളാണ് പിങ്ക് പട്രോളിങ്ങിന്റെ ഭാഗമായി കൊച്ചിയിലെ നിരത്തുകളിലുണ്ടാവുക. GPS സംവിധാനവും ക്യാമറയും ഉൾപ്പെടെ പ്രത്യേകം സജ്ജീകരണങ്ങളുള്ള ഈ വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ പരിശീലനം നേടിയ 4 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് സംഘത്തിലുണ്ടാകും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, സ്ത്രീ സുരക്ഷ എന്നിവയെക്കുറിച്ച് കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഉടൻ പിങ്ക് പട്രോൾ വാഹനങ്ങൾക്ക് കൈമാറുകയും അവർ സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെ ആയിരിക്കും പിങ്ക് പട്രോളിംഗ് ടീമിന്റെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമല ക്ഷേത്രത്തിന്റെ പേര് മാറ്റാനുള്ള ദേവസ്വം ബോർഡ് ഉത്തരവിനെതിരെ പന്തളം രാജകുടുംബം. പേരുമാറ്റുന്നത് നിയമവിരുദ്ധവും സംശയകരവുമാണെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് PG ശശികുമാർ വർമ്മ പറഞ്ഞു. ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിന്റെ ഭരണാധികാരം മാത്രമാണുള്ളതെന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിപ്പോർട്ടുമായി നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രമെന്നത് അയ്യപ്പസ്വാമി ക്ഷേത്രമെന്ന് പുനർനാമകരണം ചെയ്യാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് പന്തളം രാജകുടുംബാംഗവും കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റുമായ PG ശശികുമാർ വർമ്മ പറയുന്നു. പേരുമാറ്റാൻ ബോർഡിന് അധികാരമില്ല. ഇത് നിയമവിരുദ്ധമാണ്. ആ പേര് മാറ്റാൻ ഇന്ന് നിലവിലുള്ള ഒരു നിയമവും അനുവദിക്കുന്നില്ല. ദേവഹിതം അറിയുകയും ഭക്തഹിതം അറിയുകയും രാജഹിതം അറിയുകയും തന്ത്രിഹിതം അറിയുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പേര് മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുള്ളൂ. പേരുമാറ്റൽ ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ പുതിയ വാദം ഉന്നയിക്കാനാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ നടത്തുകയാണ് ദേവസ്വം ബോർഡിന്റെ ചുമതലയെന്ന് 1950 തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം വ്യക്തമാക്കുന്നുണ്ട്. ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതും എഴുന്നള്ളത്തിൽ മാറ്റം വരുത്തിയതുമടക്കമുള്ള നടപടികൾ തെറ്റാണ്. ആചാരങ്ങളെ അവഗണിക്കുന്ന ഒരു രീതിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് മുമ്പുണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ കുറെ കൂടെ ശക്തമായി എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പന്തളം രാജകുടുംബവുമായി ദേവസ്വം ബോർഡ് കൂടിയാലോചനകൾ നടത്താറില്ല. ബോർഡിന്റെ പല തീരുമാനങ്ങളും സംശയകരമാണെന്നും ആചാരവിരുദ്ധ നടപടികൾക്കെതിരെ ഭക്തർ പ്രതികരിക്കണമെന്നും ശശികുമാർ വർമ്മ പറഞ്ഞു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.